ഫ്രണ്ട്സ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 154/2023 യൂണിവേഴ്സിറ്റി LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. മുംബൈ ഇന്ത്യൻസ്. ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഇനി, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ്? ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണാണ് 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. കേരള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? സമന്വയ പദ്ധതി. എ ആണ് ആൻസർ. സമന്വയ പദ്ധതി. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ നോവൽ ഏതാണ്? അടയാളപ്രേതമാണ്. അടയാളപ്രേതം. ഡി ആണ് ആൻസർ. അടയാളപ്രേതം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡാണ് ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ് ലഭിച്ചത് 2022 ലഭിച്ചത് കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിനാണ്. അടുത്തത്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരായിരുന്നു? സജി ചെറിയാനായിരുന്നു. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഫസ്റ്റ് ബെൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച് 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? അതാണ് EOS-04 ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസ്റ്റിസ് ബിനാലെ നടന്ന വർഷം? ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസ്റ്റിസ് ബിനാലെ നടന്നത് 2012 2012 കൊച്ചി മുസ്റ്റിസ് ബിനാലെ ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റർ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? സിക്കിം, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയുള്ള നദിയാണ് ടീസ്റ്റർ. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? സിക്കിം, പശ്ചിമ ബംഗാളിലൂടെയാണ് ഒഴുകുന്നത്. ഇനി, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഇതിൽ കടന്നു പോകാത്ത മണിപ്പൂറാണ്. മണിപ്പൂറാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാളൊക്കെ കടന്നു പോകുന്ന പ്രദേശങ്ങളാണ്. ഇനി, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ 1ഉം 2ഉമാണ് ശരി. നാഗ്പൂർ പ്ലാൻ റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണ്. റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലയിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്? അംബാല, അമൃത്സർ. ബാക്കി മുംബൈ, പൂന, കൊല്ലം, തിരുവനന്തപുരം. പിന്നെ ഗുജറാത്തും ഒക്കെ വ്യവസായ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല അതേതാണ്? വയനാടാണ്. കാർബൺ ന്യൂട്രൽ വില്ലേജ് ഏതാണ്? മീനങ്ങാടി, വയനാടാണ്. ദേശീയ ജലപാത 2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉം. 2, സാദിയ മുതൽ ധുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. സാദിയ മുതൽ ധുബ്രി വരെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നതാണ്. അടുത്ത, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യയെ കൂടാതെ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ.
ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് അതേതാണ്? പീലിക്കോടാണ്. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്. ഇനി ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? 2ഉം 4ഉം ആണ് ശരി. 2 എന്താണ്? വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല, പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതൽ ബാധിക്കുന്നില്ല, പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങളാണ്. ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ തെറ്റായിട്ടുള്ളത് 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്നുള്ളതാണ് തെറ്റ്. 2022 ഫെബ്രുവരി 14 EOS-04 വിക്ഷേപിച്ചത്. ഫെബ്രുവരി 14. ഇനി ഇതിന് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. PSLV C-52 ഇത് ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായിരുന്നു. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. EOS-04 പ്രത്യേകത എന്താണ്? 2022 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇത് ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇനി ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവാണ്? ഇന്ത്യയിലെ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? പൈതൃക മൃഗം ആനയാണ്. ഡി ആണ് ആൻസർ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നത് മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. 2ഉം 3ഉമാണ് ബന്ധമില്ലാത്തത്. 2ഉം 3ഉം മൗലിക അവകാശങ്ങൾ USA നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അഞ്ച് വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 ഉള്ളത്. ഇപ്പോൾ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. USA നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. 27 ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ജൂലൈ 22 അംഗീകരിച്ചത്. 1947 ജൂലൈ 22 അംഗീകരിച്ചത് ദേശീയ പതാകയെ. ഇനി അത് ശരിയായിട്ടുള്ള ഏതാ? കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണുള്ളത്. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പിംഗളി വെങ്കയ്യയാണ് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. 1950 ജനുവരി 24 അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിര അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബി ആണ് ആൻസർ. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജത്തിന്റെ സ്ഥാപകൻ. അരയ സമാജം സ്ഥാപിച്ച പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. 1907 സ്ഥാപിച്ചത്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? കുറിച്യ കലാപത്തിന്റെ നേതാവാണ് രാമനമ്പി. 1812 കുറിച്യ കലാപം നടന്നത്. ഇനി കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ്, PRDS.
പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാരാണ്? ഡോക്ടർ കെ ബി മേനോൻ. ഡോക്ടർ കെ ബി മേനോനാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് കീഴരിയൂർ ബോംബ് കേസ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. അടുത്ത ദിവസം കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. 1809 ജനുവരി 11 ആരാണ് പ്രഖ്യാപിച്ചത്? വേലുത്തമ്പി ദേവ. സ്ഥലം കുണ്ടറ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ജനങ്ങളെ ആഹ്വാനം ചെയ്തതായിരുന്നു 1809 നടന്ന് പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദേവ. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലമാണ് ആലുവ. 1924. SNDP സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. SNDP സ്ഥാപിച്ച വർഷം 1903. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. പിന്നെ പ്രധാന ശിഷ്യന്മാരായിരുന്നു കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു എക്സെട്ര. കൃതികൾ ആത്മോപദേശ ശതകം, ദർശനമാല, നിർവൃതി പഞ്ചകം ഒക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. സമാധിയായത് 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച്. ജനിച്ചത് 1856 ഓഗസ്റ്റ് 20. 1856 ഓഗസ്റ്റ് 20 ജനനം. 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരു പോയിട്ടുള്ള ഏക വിദേശ രാജ്യം ഏതായിരുന്നു? ശ്രീലങ്ക. ഇനി അടുത്ത് 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചതാരാണ്? കാൺപൂരിൽ നാനാ സാഹിബ് ആയിരുന്നു. ബഹദൂർ ഷാ സെക്കൻഡ് എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ലക്നൌവിലായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. റാണി ലക്ഷ്മിഭായ് ഝാൻസിയിലായിരുന്നു. നാനാ സാഹിബ് കാൺപൂർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. അടുത്തത് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. ഇതിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ്. അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തെരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വിനോബ ഭാവെയാണ്. വിനോബ ഭാവെ. ആൻസർ വരുന്നത് വിനോബ ഭാവെ. അടുത്തത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ആരായിരുന്നു? ഫസൽ അലി കമ്മീഷനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫസൽ അലി കമ്മീഷൻ രൂപീകരിച്ചതെന്നായിരുന്നു 1953 അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. പിന്നെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? KM പണിക്കർ, HN കുൻസ്രു ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നു. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടന ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ്? നിരാഹാര സമരമാകുമ്പോൾ അഹമ്മദാബാദ് മിൽ സമരമായിരുന്നു. അഹമ്മദാബാദ് മിൽ സമരം 1918. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. VP മേനോൻ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനായിട്ട് ലയിക്കാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ആരായിരുന്നു? അത് വല്ലഭായ് പട്ടേലായിരുന്നു പ്രധാന പങ്ക് വഹിച്ചത്. സഹായിയായിരുന്നു VP മേനോൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ 562 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ഇങ്ങനത്തെ 1946 നാവിക കലാപം അത് ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ബോംബെയിലായിരുന്നു. മുംബൈ, അന്നത്തെ ബോംബെ. അതായത് 1946 ഫെബ്രുവരി 18 നാവിക കലാപം.
ഇതിൽ പങ്കെടുത്ത റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികന്മാരായിരുന്നു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികന്മാരായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ഇവർക്ക് മോശം ഭക്ഷണം, പിന്നെ വിവേചനം, കുറഞ്ഞ വേതനമൊക്കെ ആയിരുന്നു നൽകിയിരുന്നത്. ഇത് സ്വാതന്ത്ര്യ സമരത്തിന് സ്വാധീനം ചെലുത്തിയായിരുന്നു. ഇനി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931. 1931 മാർച്ച് 23 അദ്ദേഹത്തെ വധശിക്ഷ മാർച്ച് 23 അദ്ദേഹത്തിന് വധശിക്ഷ ഏർപ്പെടുത്തിയത്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? 1907 സെപ്റ്റംബർ 28 ബാങ്കയിലാണ്. ഇദ്ദേഹത്തിൻ്റെ സംഘടന ഏതായിരുന്നു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരുന്നു. ഇനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെയാണ്? കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ്. 1984 ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇതിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയും. പിന്നെ ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നിത്യഹരിത വനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന ജീവി ഏതാണ്? അതായത് സിംഹവാലൻ കുരങ്ങാണ് കാണപ്പെടുന്നത്. ഇനി കേരളത്തിലെ കായിക ദിനമായി ആചരിക്കുന്നതെന്ന്. കേരളത്തിലെ ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നാണ്? സജി ചെറിയാനായിരുന്നു കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ഇനി താഴെ പറയുന്നത് ഏത് ജില്ലയാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? കൊല്ലത്ത്. ബാക്കി ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലൂടെയാണ് വേമ്പനാട്ട് കായൽ ഒഴുകുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? അത് മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ് വ്യാവസായിക തലസ്ഥാനം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ് ശുദ്ധജല തടാകം. തടാകത്തിനെ റാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് 2002. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീനാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും കാരണമായ പ്രധാനമായിട്ടുള്ള പോഷക ഘടകം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? മലമ്പനിക്ക് കാരണമായ രോഗാണുവാണ് പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് താലോലം. ചാവക്കാട് ഓറഞ്ച് എന്ന ഏത് വിളയുടെ ഇനമാണ്? തെങ്ങാണ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഏതാണ്? ഹരിത സസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തോട്ടവിള ഗവേഷണ കേന്ദ്രമാകുമ്പോൾ കാസർഗോഡാണ്. മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. കോട്ടയം എന്താണ്? റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ശ്രീകാര്യം തിരുവനന്തപുരത്ത് എന്താണ്? കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് നെല്ലിനം തിരഞ്ഞെടുക്കുക. ഇതിൽ നെല്ലിനം ഏതാണ്? അന്നപൂർണയാണ് നെല്ലിനം. ചന്ദ്രലക്ഷ്യ എന്ന് പറയുന്ന തെങ്ങിൻ്റെ സങ്കരയിനമാണ്. കിരൺ എന്താണ്? തണ്ണിമത്തനാണ്. ഗംഗാബോധം എന്താണ്? ഗംഗാബോധം തെങ്ങാണ്. ഗംഗാബോധം. ലക്ഷഗംഗ, ചന്ദ്രലക്ഷ അതൊക്കെ തെങ്ങിൻ്റെയാണ്. ഇനി ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. ഇനി ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്.
ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ്? ആൽക്കലി ലോഹം അല്ലാത്തതാണ് അലൂമിനിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ആൽക്കലി ലോഹങ്ങളാണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? കാരണമല്ലാത്തതാണ് കാർബൺ മോണോക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാരണമാകുന്നതാണ് മീഥെയിൻ, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതാണ്? ടെലൂറിയമാണ്. ടെലൂറിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. ഇനി വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്നത് ഓറിയോൺ ആണ്. ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപപ്രേഷണം ഏതാണ്? സംവഹനമാണ്. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക. ഒന്നാം വർഗ ഉത്തോലകമാണ് കത്രിക. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമാണ് അപവർത്തനം. പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം അപവർത്തനമാണ്. ഇനി ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങളാണ് കമ്പനം എന്ന് പറയുന്നത്. കമ്പനം എന്ന് വെച്ചാൽ ദ്രുതഗതിയിലുള്ള ദോലന ചലനമാണ് കമ്പനം. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻ ആണ്. 82ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 81 ബി, 82 ഡി, 83 ഡി, 84 ബി ആണ്. 85 ബി ആണ്. 86 സി, 87 ബി, 88 എ, 89 ബി ആണ്. 89 ബി. 90 സി, 91 എ, 92 എ, 93 സി ആണ്. 93 സി. 94 ഡി, 95 ബി, 96 സി, 97 എ, 98 ഡി, 99 എ, 100 സി. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. താങ്ക് യു.